ഗുഡ് ഈവനിങ് എവരി വൺ. സാധാരണ നമ്മൾ ലൈവ് സെഷനിൽ പൊതുവെ ജനറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ലൈവ് വച്ച സമയത്ത് എല്ലാവർക്കും പ്രസൻ്റ് ആവാനായിട്ട് സാധിച്ചില്ല. അത് സ്വാഭാവികമാണല്ലോ. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ പോയി പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഓൺലൈൻ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സമയവും ക്ലാസ്സുമായിട്ട് ഒത്തുചേർന്ന് പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കും പിന്നെ അതേപോലെ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സുകളും ഒക്കെ മിക്സപ്പ് ചെയ്തിട്ടുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അത് മനസ്സിലാക്കണമല്ലോ. പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ചെറിയ കുട്ടികളോട് പറയുന്നതെന്നുള്ള രീതിയിൽ എടുക്കരുത്. കാരണം എൻ്റെ ഒരു 10-18 കൊല്ലത്തെ അധ്യാപന ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ എഡ്യൂക്കേഷണൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇത് പലപ്പോഴും പല ടീച്ചേഴ്സും മിക്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് കമ്പൈൻ ചെയ്ത് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് രണ്ട് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കണമെങ്കിൽ തീർച്ചയായും നമ്മളത് പഠിച്ചിട്ടാണ് ഓടിക്കുക. ഓടിച്ച് പഠിക്കുക എന്ന് പറയുന്ന സ്റ്റേജുണ്ട്. അത് രണ്ടാമത്തെ സ്റ്റേജാണ്. അതായത് പഠിച്ചാൽ മാത്രമാണ് നമുക്കത് ഓടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഗിയർ മാറാൻ പഠിക്കണം, ക്ലച്ച് ഓട്ടാൻ പഠിക്കണം, സ്റ്റിയറിംഗ് ബാലൻസ് വേണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ. ഇനി ആനപ്പാപ്പാനാവാൻ പഠിക്കുകയെന്ന് വിചാരിക്കുക. അതും എങ്ങനെയാണ് ആനപ്പാപ്പാനാവാനായിട്ട് പഠിക്കുക? രണ്ട് രീതിയിൽ പഠിക്കുക അല്ലേ? അതായത് ആനയുള്ള വീടോ അല്ലെങ്കിൽ ആനപ്പാപ്പാൻ്റെ മകനോ ഒക്കെ ആണെങ്കിൽ ആനയായിട്ട് സമ്പർക്കത്തിലൂടെ അത് പതുക്കെ ശീലമാവും. ഇനി നോർമലി അതല്ല, ആനയോടുള്ള കമ്പം കൊണ്ടാണ് ആനപ്പാപ്പാനാവാനാണ് പരിശ്രമിക്കണമെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ആനയ്ക്ക് പനമ്പട്ട വെട്ടി കൊടുക്കുക എന്നുള്ളതായിരിക്കും. എന്നിട്ട് തന്നെ അത് ആനയ്ക്ക് കൊണ്ടു കൊടുക്കാൻ അവൻ സമ്മതിക്കില്ല. പാപ്പാനായിരിക്കും അത് കൊണ്ട് കൊടുക്കുക. അവസാനം കുറേ കഴിഞ്ഞാണ് ഇവൻ പാപ്പാനായി മാറുന്നത്. അപ്പോൾ ഈ നമ്മുടെ സബ്ജക്റ്റും ഇതുമായിട്ട് എന്താണ് ലോജിക്കെന്ന് ചോദിച്ചാൽ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ഇതിന് യാതൊരു ലോജിക്കും ഇല്ല. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവുമായിട്ട് ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ സ്കൂളിൽ ചേർന്നു, പക്ഷേ എങ്ങനെ പഠിക്കണം എന്നാരും പഠിപ്പിച്ചില്ല. പഠിക്കാനുള്ള വിഷയങ്ങൾ നമുക്ക് തന്നു, അത് നമ്മളെ അടിച്ചും വഴക്ക് പറഞ്ഞും സ്നേഹിച്ചും നുള്ളിയും പിച്ചിയും ഒക്കെ പഠിപ്പിച്ചു. പക്ഷെ അപ്പോഴും ആരും പറഞ്ഞു തന്നില്ല എങ്ങനെ പഠിക്കണം. അതാണ് ആരും പറഞ്ഞു തരാത്തൊരു കാര്യം അല്ലേ? എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറച്ച് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം. എന്തിന് പഠിക്കണം എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജോലി കിട്ടാൻ വേണ്ടി പഠിക്കണം. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്നാലോചിച്ചാൽ ശരിയാണെന്നൊക്കെ നമുക്ക് തോന്നും. കാരണം പണ്ട് മുതൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഗ്രാജുവേറ്റ്സ്, അതായത് ഇപ്പോൾ BA ആവട്ടെ, BSc ആവട്ടെ, BCom ആവട്ടെ, ഏത് ഗ്രാജുവേറ്റ്സ് ഇപ്പോൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം, ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാം, സാധാ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാം, വാട്ട് എവർ മേ ബി, ഏത് ലെവലിൽ വർക്ക് ചെയ്യുന്നവരായാലും, ഇനി MBBS കഴിഞ്ഞവരിലായാലും എൻജിനീയറിങ് കഴിഞ്ഞവരായാലും അവരൊക്കെ തന്നെയും IAS കിട്ടുന്നത് കേരളത്തിൽ നിന്ന് വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ അത്രയും പോലും ലാംഗ്വേജ് മീൻസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത ബീഹാർ പോലുള്ള സ്ഥലങ്ങളൊക്കെ IASൽ മുന്നിലാണ്. നമുക്ക് തെളിവുകളുണ്ടല്ലോ. IAS IPS ഒക്കെ അവരുടെ അണ്ടറിലാണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ പിന്നോട്ട് പോകുന്നതെന്നറിയാം? നമ്മളിതിൽ പിന്നോട്ട് പോകുന്നതിനുള്ള കാരണം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോൺഫിഡൻസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു ക്ലാസ്സിലെ ടീച്ചർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിലായിരിക്കും. പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ആരാണ്?
ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന വിദ്യാർത്ഥി, ടീച്ചർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത വിദ്യാർത്ഥി. പക്ഷേ നേരെ മറിച്ച് മറ്റ് 2 വിഭാഗങ്ങൾ അവിടെ ഉണ്ട്. ഒന്നും പഠിക്കാത്തവരും വല്ലതും പഠിക്കുന്നവരും. അവരാരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ സ്കൂളിൽ നോക്കിയാൽ നമ്മൾ ചെറിയ പ്രായം മുതൽ നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അങ്ങനെ പല ലാംഗ്വേജുകളുണ്ട് അല്ലേ? ഈ ലാംഗ്വേജുകൾ ലാംഗ്വേജ് അല്ല, സബ്ജക്റ്റുകളുണ്ട്. ഈ സബ്ജക്റ്റുകളൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകെ പഠിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് എല്ലാ വിഷയവും നമുക്കങ്ങോട്ട് പറ്റുന്നില്ല, എന്നാൽ ചില വിഷയങ്ങൾ പറ്റുന്നുണ്ട്. ഉദാഹരണം, ചില കാണാപ്പാഠം പഠിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ പറയുന്ന കെമിസ്ട്രി ഒന്നും ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ നേരെ മറിച്ച് അത് സോഷ്യൽ സ്റ്റഡീസ് ആകുമ്പോൾ എളുപ്പമാണ്. എന്നാൽ നേരെ മറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കെമിസ്ട്രി കാര്യങ്ങൾ ഈസിയാണ്. പക്ഷേ എന്നാൽ തന്നെ അതിൽ മാത്തമാറ്റിക്സ് വരുമ്പോൾ പറ്റുന്നില്ല. മാത്തമാറ്റിക്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് മാത്സ് അങ്ങോട്ട് ടഫായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കെമിസ്ട്രിയിൽ നമുക്ക് ഉന്നത വിദ്യാഭ്യാസം സാധ്യമല്ലായിട്ട് വരും. അപ്പോൾ കെമിസ്ട്രി ഇഷ്ടമാണെന്ന് വെച്ചിട്ട് നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ കെമിസ്ട്രി മാത്സ് മാറ്റി നിർത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ടീച്ചർമാർ ഇപ്പം മാത്സ് ടീച്ചർ വന്ന് പറയും നീ ഒരു മണ്ടനാണ്, കെമിസ്ട്രി സാറ് വന്ന് പറയും നീ മിടുക്കനാണ്. സോഷ്യൽ അറിയാവുന്ന കാണാപ്പാഠം പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ആ സോഷ്യൽ ടീച്ചർ പറയും നീ മിടുക്കിയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മിടുക്കനും മിടുക്കിയൊക്കെ നമ്മൾ ആയിത്തീരുന്നത് ഓരോരുത്തരുടേതായ കാഴ്ചപ്പാടിലൂടെ മാത്രമാണ്. അതായത് മാത്സ് ടീച്ചർ ആവാൻ കാരണം എന്തുകൊണ്ടോ അവർക്ക് മാത്സ് എളുപ്പമായത് കൊണ്ടാണ്, അതിനുള്ള അവസരം കിട്ടിയത് കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന 5ാം ക്ലാസ്സിലെ കുട്ടി മാത്സിൽ മാർക്ക് കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവന് മാത്സ് അറിയില്ല, അവൻ മാത്സിലല്ല വിദഗ്ധൻ. അപ്പോൾ അവൻ ഏത് സബ്ജക്റ്റിലാണ് വിദഗ്ധൻ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വിദഗ്ധനാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് എന്ത് ചെയ്യണം? ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ അവൻ്റെ ബുദ്ധി വളർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് സബ്ജക്റ്റുകളും അവന് പിക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് വരും. കാരണം ലോകത്തെ ഏത് സബ്ജക്റ്റും എല്ലാവർക്കും പൂർണ്ണമായും മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള സൂത്രപ്പണികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ജയിക്കാൻ വേണ്ട മാർക്ക് ഈസി ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു മാജിക്കാണ്. അത് ബാക്കി 50% 60% പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഈ ഓർമ്മശക്തിയെക്കുറിച്ചുള്ള ഭയം, ഈ പരീക്ഷയെക്കുറിച്ചും വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ചും സന്തോഷകരമായി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ജയിൽ പോലെ ആക്കി തീർക്കുമ്പോൾ, ഇന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് സന്തോഷിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ പഠിത്തം അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഈ പഠനകാലത്ത് ഞാനും എൻജോയ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഒരുപാട് വർഷത്തെ പഠിപ്പിക്കൽ മുന്നോട്ട് പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യതാണ്. ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ ലക്ഷ്മി ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ മാത്തമാറ്റിക്സിൻ്റെ ടീച്ചറാണ്, നല്ലൊരു ടീച്ചറാണ്. ഈ ടീച്ചർ പണ്ട് ഈ 1/2 + 1/2 3/4 -1/2 ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളൊക്കെ സ്വാഭാവികമായിട്ട് തെറ്റിച്ചുകൊണ്ട് ചെല്ലും. ഞങ്ങൾ കുറച്ച് ആളുകൾ തെറ്റിച്ചുകൊണ്ട് ചെല്ലും. അപ്പോൾ ടീച്ചർ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ എന്തായി പറയണം, മുക്കാല്, അതായത് 3/4 മുക്കാലിൽ നിന്ന് അര പോയാൽ കാല്, മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് അടി കൂടുന്നില്ലേ? അര മാർക്ക് കിട്ടി ടീച്ചറെ, അര മാർക്ക് കിട്ടുക, 1/4 മാർക്ക്, അത്രയും ചിന്തിച്ചാൽ മതി. 3/4 -1/2 എന്ന് പറയുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ അത് പ്രശ്നം. നിങ്ങൾ ചിന്തിച്ചാൽ മതി, 3/4 മാർക്കിൽ നിന്ന് 1/4 മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ അര മാർക്ക് കുറഞ്ഞാൽ എന്ത് കിട്ടും? അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് പഠിത്തത്തിന് പല രീതികളുണ്ട്. അതായത് 3 പ്രധാനപ്പെട്ട രീതികളിലാണ്. നമുക്ക് ഓഡിയോ, അതായത് കേട്ട് പഠിക്കുന്നവരുണ്ട്, കണ്ടു പഠിക്കുന്നവരുണ്ട്, അറിഞ്ഞു പഠിക്കുന്നവരുണ്ട്. അപ്പം ഇതിൽ ഏതെങ്കിലും 2 രീതി ഒട്ടുമിക്ക പേർക്കും കോമൺ ആയിരിക്കും. അതായത് ഇപ്പം കണ്ടുപഠിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ക്ലാസ് ലൈവായിട്ട് ഒരു ടീച്ചറിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാതെ പഠിച്ചെടുക്കുന്നവരുണ്ട്. അതാണ് കണ്ടുപഠിക്കുന്നത്, കിനസ്തെറ്റിക് ടൈപ്പ് എന്ന് പറയാം. പിന്നെ ഉള്ള ഓഡിറ്ററി, നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് കേട്ടാൽ അത് മറക്കാതെ ഓർത്തു വയ്ക്കാനുള്ള കഴിവുള്ളവർ, അവരാണ് ഓഡിറ്ററി ടൈപ്പ് ആളുകൾ. പിന്നെ വിഷ്വലാണ്.
വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കണ്ടാലും മറക്കില്ല, അത് പിന്നെ പകർത്താൻ ഉള്ള ഒരു കഴിവുണ്ടാവും. അപ്പോൾ ഈ ബേസിക്കലി നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, പഠിത്തത്തെ ഭയപ്പെടരുത്, പരീക്ഷയെ ഭയപ്പെടരുത്. പരീക്ഷയ്ക്ക് രണ്ട് അവസ്ഥകളേ ഉള്ളൂ, ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ തോക്കും. തോറ്റുപോയെന്ന് കുറിച്ച് ഇവിടെ മരണശിക്ഷ ഇവിടെ ആരും ആർക്കും വിധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? പിന്നെ സമയം പോകുന്നു, വർഷം പോകുന്നു, കാലം പോകുന്നു. വർഷം പൊക്കോട്ടെ, കാലം പൊക്കോട്ടെ, സമയം പൊക്കോട്ടെ, നമ്മൾ പരാജയം എന്ന് പറയുന്നത് പോലും ഒരു ജയമുണ്ട്. ലോകത്ത് പരാജയപ്പെടാതെ എപ്പോഴും വിജയിച്ചു പോകുന്ന ആളുകൾ ഏതെങ്കിലും പരാജയത്തിൽ പെട്ടുപോയാൽ ആ പരാജയം ഒടുക്കത്തെ പരാജയമായിരിക്കും. പിന്നെ അവർക്ക് ജീവിതത്തിൽ പൊങ്ങി വരാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ തോക്കണം, ഇടയ്ക്കിടയ്ക്കൊക്കെ വീഴണം, ഇടയ്ക്കിടയ്ക്കൊക്കെ അബദ്ധം പറ്റണം, എങ്കിലും മാത്രമേ മനുഷ്യർ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു റോഡ് അപകടമില്ലാതെ പോകണമെങ്കിൽ ആ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഹമ്പുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലാതെ നല്ല വിശാലമായ റോഡ് വെച്ചതിന് ശേഷം അവിടെ ആളുകൾ നീട്ടി പിടിച്ച് പോകുമ്പോൾ അപകടം വരും. പോട്ടെ, ഇനി കുറച്ച് കാലം കഴിഞ്ഞ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കുഴി വന്നാലും അതുവരെ കാണാത്ത കുഴിയിൽ ചാടി അപകടം വരും. അപ്പോൾ ഇടയ്ക്ക് ഹമ്പ് ഉണ്ടെങ്കിലോ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ലൈഫിൽ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് അത് കവർ ചെയ്ത് വരാനുള്ള സാധനം തന്നെയാണ്. ഒബ്സ്റ്റക്കിൾസിൻ്റെ ഓ എന്ന് പറയുന്ന പോലെ ആ ഓ പോലെ തന്നെ റാ, ഡ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സാധനം കടന്നു പോകണം. അത് ഒന്നുകിൽ അതിന് ഉള്ളിൽ കൂടെ കടന്നു പോകണം, അതിന് മുകളിൽ കൂടെ കടന്നു പോകണം. നമ്മളിപ്പോൾ ഒരു അട്ടയുടെ നടുക്ക് എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചാൽ അട്ട എന്ത് ചെയ്യും? അട്ട ഒന്നുകിൽ ലെഫ്റ്റിൽ കൂടെ പോവും, അല്ലെങ്കിൽ റൈറ്റിൽ കൂടെ പോവും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ പോവും. അയ്യോ എൻ്റെ ജീവിതം കഴിഞ്ഞേ, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യാനായിട്ട് അട്ട ശ്രമിക്കുകയില്ല. കാരണം അതിനുള്ള ബുദ്ധി അതിനില്ല. മനുഷ്യന് എന്തുണ്ട്? മനുഷ്യന് ബുദ്ധിയുണ്ട്. പക്ഷെ ആ ബുദ്ധി സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ബുദ്ധി മറ്റുള്ളവർ തലയിൽ ഊതിത്തരുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും ഭയം. ഇത് ശരിയാണ്. നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ എമർജൻസി, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, പിന്നെ മറ്റ് ഫാമിലി ഇഷ്യൂസ്, ഇതെല്ലാം മനുഷ്യരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രശ്നങ്ങൾ ചിലത് വലുതായിരിക്കാം, ചിലത് ചെറുതായിരിക്കാം. ചിലർക്ക് ചെറിയ പ്രശ്നങ്ങൾ വലുതായിരിക്കാം, ചിലർക്ക് വലിയ പ്രശ്നങ്ങൾ ചെറുതായിരിക്കാം. ശരിയാണ്, അതൊക്കെ ഇഷ്യൂസാണ്. പക്ഷേ വി ഹാവ് ടു അഡ്രസ് ഇറ്റ്. നമുക്കത് അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ വേറെ പോകാൻ വഴിയില്ല. ഇപ്പം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഈ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, വെയർഹൗസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ അന്ന് ഈ സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം നമുക്കറിയാമല്ലോ, കമ്പ്യൂട്ടർ കോഴ്സുകൾ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നതിന് പകരം ഇപ്പോൾ എല്ലാ കോളേജുകളിലും കമ്പ്യൂട്ടർ നന്നായി തന്നെ ടാലി അടക്കമുള്ള പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാലം മുന്നോട്ടാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അപ് ടു ഡേറ്റ് ആവുക എന്നുള്ളതിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ ആ സബ്ജക്റ്റിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഭാഗങ്ങളെക്കുറിച്ച് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. റിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു കാര്യം സംഭവിച്ചാൽ അവിടെ എന്ത് സംഭവിക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നാളെ ഇന്ത്യയിലോട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു യുദ്ധപ്രഖ്യാപനം വന്നു. യുദ്ധം വന്നില്ല, യുദ്ധപ്രഖ്യാപനം വന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് മനസ്സിലാവും? നാളെ നമ്മുടെ ഇവിടുത്തെ പെട്രോളിൻ്റെ കോസ്റ്റ് കൂടും, പെട്രോളിൻ്റെ പല ചിലവ് കൂടും, മറ്റ് അടുത്ത് സ്വർണത്തിൻ്റെ വില ഇടിയും. ഇങ്ങനെയൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നമുക്ക് മനസ്സിലാവും. ഇതെല്ലാം അല്ല എന്ന് പറയുമ്പോൾ തിരിച്ചെല്ലാം കൂടെ തിരിച്ചു കയറും. അപ്പോൾ ഓഹരി വിപണി എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഭയപ്പെട്ട് പഠിക്കാനുള്ളതല്ല, ഓർമ്മിക്കാനുള്ളതുമല്ല. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ക്ലാസ് റെക്കോർഡ് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന കാര്യങ്ങളെ ഏതെങ്കിലും വേറൊരു കളർ പെന്നിൽ, ബ്ലാക്കിലായിരിക്കുമല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്, അതിന് പകരം നിങ്ങളൊരു പച്ച കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറോ അല്ലെങ്കിൽ പെൻസിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എക്സാമ്പിൾസ് എഴുതി പോവുക. ഞാൻ ഈ ക്ലാസ് എടുത്തിരിക്കുന്ന മൊത്തം കാര്യങ്ങളും ആ പറയുന്ന ഓരോ പാരഗ്രാഫിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൃത്യമായ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ആ എക്സാമ്പിൾസ് മാത്രം നിങ്ങൾ നോക്കി നോട്ട് ചെയ്ത് പോയാൽ മതി. പിന്നീട് നിങ്ങൾ രണ്ടാമത് വായിക്കുമ്പോൾ ആ എക്സാമ്പിൾ ഓർക്കുമ്പോൾ തന്നെ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ ആ കാര്യം എത്തും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അതായത് ഒരിക്കലും ഓർമ്മിക്കാൻ വേണ്ടി പഠിക്കരുത്. നമ്മൾ പഠിക്കാൻ വേണ്ടി ഓർമ്മിക്കുകയും ചെയ്യരുത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓർമ്മിക്കാനും പഠിക്കരുത്, പഠിക്കാൻ വേണ്ടി ഓർമ്മിക്കുകയും ചെയ്യരുത്. നമ്മൾ എന്തിൻ്റെയും എക്സാമ്പിൾ നമ്മുടെ മനസ്സിൽ ഈസിയായി കയറിക്കോളും. എക്സാമ്പിളിലൂടെയാണ് മനുഷ്യൻ പഠിക്കുന്നതും. ഇപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ഫോൺ പുതിയതായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി, നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ അത്ര വലിയ നിശ്ചയമില്ല, വാട്സപ്പ് എവിടെയാണെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്നോ അറിയില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ
നമ്മൾ ജസ്റ്റ് മാനുവൽ നോക്കൂ, അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യണ കണ്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ചെയ്തങ്ങ് പോവല്ലേ. അത്ര തന്നെ ഉള്ളൂ ജീവിതത്തിലും. അപ്പോൾ അതുകൊണ്ട് പഠിത്തത്തെ ഭാരമായിട്ട് കാണണ്ട, ജീവിതത്തെ ഭാരമായിട്ട് കാണണ്ട. പിന്നെ പ്രത്യേകിച്ച് അടുത്ത് വേറൊരു കാര്യം, പ്രധാനമായിട്ട് വെയർ ഹൗസ് ആൻഡ് ലോജിസ്റ്റിക്സ് മേഖലയിൽ സപ്ലൈ ചെയിനിൽ വർക്ക് ചെയ്യുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ GCC കൺട്രി, യൂറോപ്യൻ കൺട്രീസ്, പിന്നെ US, UK, കാനഡ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം വേക്കൻസീസ് വെയർ ഹൗസിലുണ്ട്, ധാരാളം വേക്കൻസീസ് ലോജിസ്റ്റിക്സിലുണ്ട്. പക്ഷേ ഞാൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ഈ വേക്കൻസീസ് എല്ലാം ജെന്യുവൻ ആണ്, പക്ഷേ അതെല്ലാം ഏജൻസികൾ കൈക്കലാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സൂക്ഷിക്കുക. കാരണം നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തരുമ്പോൾ അവരുടെ ഏജൻറ്റിൻ്റെ അണ്ടറിലാണെങ്കിൽ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ സാലറി പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ 75 കിട്ടും, ബാക്കിയുള്ള 75 അവരുടെ പോക്കറ്റിലായിരിക്കും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന്, പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അംഗീകാരം ഉള്ളവർക്ക് മാത്രമേ ഇവൻ ഏജൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ സമ്മതിക്കാവൂ. അല്ലാതെ ഇപ്പോൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഇത്ര ലക്ഷം രൂപ മേടിച്ചു വയ്ക്കും, വീണ്ടും അടുത്ത ആളുടെ നിന്ന് മേടിച്ചു വയ്ക്കും, വീണ്ടും അടുത്ത ആളുടെ നിന്ന് മേടിച്ചു വയ്ക്കും. അവസാനം ഇതൊരു പ്രശ്നമായിത്തീരുമ്പോൾ 1 വർഷം കഴിഞ്ഞ് എന്തെങ്കിലും എടുത്തിട്ട് തരും. സമയവും പോവും, നമ്മുടെ കാശും പോവും. പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അംഗീകാരം ഇല്ലാത്ത സ്ഥാപനങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ, നമുക്ക് ചീറ്റിംഗ് കേസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അതിൽ കാശ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നത്. നമ്മളൊരു ആവേശത്തിന് എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെ, മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്നാണ്. ആളുകളിലൂടെ കാര്യങ്ങൾ നേടുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സബ്ജക്റ്റ് പറഞ്ഞു തരുന്നു, നിങ്ങൾ എന്നിലൂടെ സബ്ജക്റ്റ് പഠിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ. ഇപ്പം നമ്മൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കൊരു വിസ വന്നു, നമ്മളിത് പരമാവധി ഇത് ആരോടത്തും പറയാതെ ഹൈഡ് ചെയ്ത്, ഗ്രൂപ്പ് എന്ന് മാത്രമല്ല അപ്പോൾ ആരോടും പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സൂക്ഷിച്ചങ്ങ് വെച്ചു. അവസാനം അവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയണത് ഇത് വിസ വ്യാജമാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും ഫ്രോഡായിട്ടുള്ള ആളുകൾ അവർ പരസ്പരം എന്താ പറയുക, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർ കുറയ്ക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു രാജ്യത്ത് ഏതൊരു വെയർ ഹൗസ് ആയാലും ഏതൊരു ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയാലും വിസ നമുക്ക് കിട്ടിയാലും നമ്മൾ ആദ്യം അവിടെ ഉള്ള ആളുകളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഒന്നുകിൽ ലിങ്ക്ഡിൻ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി നൗക്കരി വഴിയോ എങ്ങനെയെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യുക, ഗ്ലാസ് ഡോർ വഴിയോ ഒക്കെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കൾ വഴിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ കോൺടാക്ട് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ കാലെടുത്ത് വയ്ക്കാവൂ. സാമ്പത്തികം കൊടുത്തിട്ടുള്ള ഒരു കാര്യവും കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വെയർ ഹൗസുകളെല്ലാം നമ്മുടെ കേരളത്തിൽ വളരെ കുറവാകുന്നതിന് കാരണമുണ്ട്. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ വെയർ ഹൗസ് വന്ന് തുടങ്ങുന്നതിന് കുറവ് കാരണം നമുക്കിവിടെ സ്ഥലക്കുറവുണ്ട്. സ്ഥലം വേണം. അതായത് ഇപ്പോൾ പരത്തിയാണ് കൂടുതലും വെയർ ഹൗസ് വയ്ക്കുക. തീ പിടിക്കുമ്പോഴത്തേക്ക് ആളി മുകളിലേക്ക് കത്താതിരിക്കാൻ വേണ്ടി പരത്തിയാണ് വെയർ ഹൗസ് വയ്ക്കുക. നമ്മുടെ ഇവിടെ 5 സെൻറ്റിന് 50 ലക്ഷം രൂപ കൊടുക്കേണ്ട ഈ കൊച്ചിയിലൊക്കെ ആർക്കെങ്കിലും അങ്ങനെ പരത്തി വെയർ ഹൗസ് വയ്ക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ചുകൂടെ അകത്തോട്ടൊക്കെ വെയർ ഹൗസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, ലോജിസ്റ്റിക്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലോജിസ്റ്റിക്സ് വന്നു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ലോറി സമരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തക്കാളി ഇന്നലെ 30 രൂപയായിരുന്നെങ്കിൽ പിറ്റേ ദിവസം 300 രൂപയായിരിക്കും. സവാള അങ്ങനെ തന്നെ, കൊണ്ടുവരുന്ന വഴി ലോറിയിൽ മഴ നനഞ്ഞു വെള്ളം ഇതായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്കിനി ഒരിക്കലും സാധനങ്ങളുടെ വില നിർണ്ണയം, ബിസിനസ് എല്ലാമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതിന് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്: ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, നോളജ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയതായ കാര്യങ്ങൾ പഠിക്കണമെന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് നേടണമെന്നും ഉള്ളൊരു ആഗ്രഹം മാത്രമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കാശ് മുടക്കി നിങ്ങൾ ഈ കോഴ്സിന് ചേർന്നത്. നിങ്ങൾ ഇത് വേറെ വീട്ടുകാരും പിടിച്ച് ചേർത്തതല്ലല്ലോ, നിങ്ങൾ തന്നെ സ്വയം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് പൈസ ഉണ്ടാക്കി ചേർന്നതല്ലേ. അപ്പോൾ അതിനർത്ഥം നിങ്ങളെല്ലാവരും ആറ്റിറ്റ്യൂഡുണ്ട്. ഇനി അടുത്ത് എന്താണുള്ളത്? നോളജ്. എന്ന് പറഞ്ഞാൽ ബുക്കിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് നോളജ്. അടുത്ത് കിട്ടുന്നത് എന്താണ്? സ്കില്ലെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്. നമ്മൾ എക്സാമ്പിൾസിലൂടെയും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയും നമ്മൾ നേടിയെടുക്കുന്നതാണ് സ്കില്ലെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡ്രൈവിങ്, ലാംഗ്വേജ് ഒക്കെ സ്കില്ലാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം നമ്മളത് മറക്കാനായിട്ടുള്ള രീതിയിലല്ല അത് പഠിച്ചിരിക്കുന്നത്. അത് നമ്മുടെ കയ്യിലും കാലിലും മനസ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ്. നോളജ് എന്ന് പറഞ്ഞാൽ മറക്കാം.
നോളജ് എന്ന് പറഞ്ഞാൽ അറിവാണല്ലോ. അപ്പോൾ അറിവ് ചിലപ്പോൾ നമുക്കൊന്ന് മറന്നൊക്കെ പോവാം. അപ്പോൾ ആറ്റിറ്റ്യൂഡ് സ്കിൽ നോളജ് ആസ്ക് എന്ന് ഓർത്താൽ മതി, ASK. അപ്പോൾ പിന്നെ കോൺഫിഡൻസ് ലെവലിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഹാസം അഥവാ ചിരി. ഞെട്ടിപ്പോകണ്ട, പരിഹാസം. അതായത് നമ്മളെ ഒരാൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് തിരിച്ച് ചീത്ത വിളിക്കാം. ഇനി തിരിച്ച് ചീത്ത വിളിച്ചില്ലെങ്കിൽ പോലും കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങ് പോട്ടെ, നമ്മൾ വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. പക്ഷേ പരിഹാസം, നമ്മളെ ഒരാൾ നോക്കിയിട്ട് കളിയാക്കി ചിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വലിയ പാടാണ് നമ്മുടെ മനസ്സിൽ നിന്ന് അതൊന്ന് പോകാനായിട്ട്, പരിഹസിച്ച് കഴിഞ്ഞാലേ. അപ്പോൾ ഈ പരിഹാസം ലഭിക്കുന്നതോടുകൂടി നമ്മുടെ ലൈഫ് മൊത്തത്തിൽ പ്രശ്നമാകും. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ആ സമയത്ത് നമ്മളെ നോക്കി ഒരുത്തൻ പരിഹസിച്ചു, സ്വാഭാവികമായിട്ടും അവിടെ വലിയ പ്രശ്നം നമ്മളുണ്ടാക്കും. നേരെ മറിച്ച് അവൻ 2 ചീത്ത വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ നമ്മളെ പരിഹസിക്കുന്ന സമയത്ത് നമ്മൾ അവരെ തിരിച്ച് മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട എന്നുള്ളതാണ്. ഒന്ന് പുച്ഛത്തോടു കൂടി നമ്മളങ്ങ് വിട്ട് കളഞ്ഞാൽ മാത്രം മതി. കാരണം അവൻ്റെ പരിഹാസത്തെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ അവൻ്റെ എന്നുള്ള ഒരു ലിംഗപരമായിട്ട് പറഞ്ഞതല്ല, നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ്. കാരണം ഏത് ജോലിയിലും സീനിയറായിട്ട് വർക്ക് ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നത് എപ്പോഴും അവർ കുറ്റം പറയുന്നതായിരിക്കില്ല, അവർ നമ്മളെ കളിയാക്കുന്നതിലായിരിക്കും ആ ഫീലിംഗ് വരുന്നത്. അപ്പോൾ കാലം മുന്നോട്ട് പോകെ, പ്രായം മുന്നോട്ട് പോകെ നമ്മൾ മനസ്സിലാക്കുക, അവൻ്റെ വിജയത്തിനായിട്ട് അവർ ചെയ്യുന്ന കാര്യമാണത്. അവരത് വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിന്നു കൊടുക്കാതിരുന്നാൽ മതി. അവനിൽ യാതൊരു മൂല്യവും നമ്മൾ കാണാത്തിടത്തോളം കാലം അവൻ എന്ത് പരിഹസിച്ചാലും അത് നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും സ്കൂളിങ്ങിലും ഒക്കെ കോൺഫിഡൻസിന് വേണ്ടി വരേണ്ടത്. ഈ കോൺഫിഡൻസ് നമ്മുടെ ലൈഫിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. വൈ, വാട്ട്, വെൻ, വേർ എന്നൊക്കെ ചോദിച്ചു തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിസ തട്ടിപ്പുകാരും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല, ഒരു തട്ടിപ്പുകാരും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. ലൈഫിൽ തന്നെ നമുക്ക് കുറേ തെറ്റുകൾ ഒഴിവാക്കാനായിട്ട് പറ്റും. എന്നാലും തെറ്റ് പറ്റും. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പരാജയത്തിൽ തന്നെ ഒരു ജയമുണ്ട്, ജയത്തിൽ തന്നെ ഒരു പരാജയമുണ്ട്. അത് സംഭവിക്കും, തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. സോ ആ സമയത്ത് മനസ്സിലാക്കുക, ആ സമയത്ത് ഞാൻ എടുത്ത നല്ല തീരുമാനമായിരുന്നു, പക്ഷേ അതിൻ്റെ ഫലം തെറ്റിപ്പോയി. സോ ഐ നീഡ് ടു ടേക്ക് എ ന്യൂ ഡിസിഷൻ, ദാറ്റ്സ് ഓൾ. അപ്പോൾ എനിവേ, തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും നിങ്ങൾ ഒന്ന് റീതിങ്ക് ചെയ്യുക. ഇത് ആവശ്യമുള്ളവർ മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തവർ മറന്നേക്കുക. വിദ്യാഭ്യാസം എന്നുള്ളതിനെക്കാട്ടിയും കൂടുതൽ എന്തിന് വിദ്യാഭ്യാസം നേടുന്നു, അല്ലെങ്കിൽ എന്തിന് പഠിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, എന്തിന് ജീവിക്കുന്നു, എങ്ങനെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു കോമൺ ടോപ്പിക്ക് മാത്രമാണിത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.